സച്ചി രേവതിയുടെ ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി രേവതിയുടെ വീട്ടിലേക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് തിരിച്ചു പോവാൻ ഒരുങ്ങുന്നതും പുറത്ത് നിൽക്കുന്ന ഗജാനന്ദന്റെ ആളുകളെ കാണുമ്പോൾ എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കി അന്ന് അവിടെ നിൽക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ സച്ചി അച്ഛന് കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അച്ഛാ, ഞാൻ ഇന്ന് വരില്ല, എന്നെ കാത്തിരിക്കേണ്ട, ഞാനിവിടെ രേവതിയുടെ വീട്ടിലാണെന്നൊക്കെ സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ അതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്ന ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. പറഞ്ഞതല്ലേ അവർ ഈ മാസത്തിൽ ഒരുമിച്ച് കഴിയരുതെന്നേ, അതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ അവളെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. നിങ്ങൾക്ക് എന്താ തീരെ വിവരമില്ലേ? അവനോട് തിരിച്ചിങ്ങോട്ട് വരാൻ പറയാന്നൊക്കെ പറയുമ്പോ അവൻ ഒരു ദിവസമെങ്കിലും മനസ്സ് നിറഞ്ഞ് ഭക്ഷണം കഴിച്ചോട്ടെ ചന്ദ്രേ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയാണ് രവീന്ദ്രൻ. രവിയേട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാവുന്ന ചന്ദ്ര ഉടനെ തന്നെ ഫോൺ എടുത്ത് രേവതിയെ വിളിക്കുന്നുണ്ട്. എന്നോട് ആരടി അവൻ അവിടെ നിർത്താൻ പറഞ്ഞത്? മര്യാദക്ക് അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടോന്നൊക്കെ പറഞ്ഞ് രേവതിയെ വഴക്ക് പറയുമ്പോ സച്ചി ഫോൺ അവളുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിക്കുന്നുണ്ട്. ഞാനിവിടെ നിന്നെന്ന് കരുതി നിങ്ങൾക്കെന്താ? ഞാനിന്ന് വരുന്നില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രാത്രിയിൽ ലക്ഷ്മി അമ്മയുടെ നിർബന്ധപ്രകാരം സച്ചിയും രേവതിയും രണ്ടിടത്തായിരിക്കും കിടക്കുന്നത്. സച്ചി അങ്ങനെ ഗജാനന്ദന്റെ വരവും പ്രതീക്ഷിച്ചതുപോലെ നല്ല മൂടി പുതച്ച് ഉറങ്ങുന്നത് പോലെ അഭിനയിച്ച് അവിടെ കിടക്കായിരിക്കും. സച്ചി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഗജാനന്ദനും കൂട്ടുകാരും രേവതിയെ തട്ടിക്കൊണ്ടു പോവാനായിട്ട് വരുന്നുണ്ട്. അവർ ശബ്ദമുണ്ടാക്കാതെ മെല്ലെ വീടിനകത്ത് കയറി രേവതിയാണെന്ന് കരുതി മൂടി പുതച്ച് കിടക്കുന്ന സച്ചിയെ തൂക്കിയെടുക്കുന്നുണ്ട്. സച്ചി അങ്ങനെ പെട്ടെന്നങ്ങ് പുതപ്പ് മാറ്റുന്നതും ആകെ നടുങ്ങുന്നുണ്ട് കേട്ടോ ഗജാനന്ദനും കൂട്ടുകാരും. അവരൊരിക്കലും സച്ചിയെ അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. സച്ചിയെ കണ്ട് അവർ തിരിഞ്ഞോടാൻ തുടങ്ങുമ്പോൾ അങ്ങനെ അങ്ങ് പോയാലോ, എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തൂക്കിയെടുത്ത് നന്നായിട്ട് എടുത്തിട്ട് പെരുമാറുന്നുണ്ട്. ഇതും കേട്ട് ഉണർന്നു വരുന്ന രേവതിയും വീട്ടുകാരും ഒക്കെ ഗജാനന്ദന്റെ കോലം കണ്ട് ആകെ ഞെട്ടി നിൽക്കായിരിക്കും. ഗജാനന്ദനും കൂട്ടരും ഒരുവിധം സച്ചിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ജീവനും കൊണ്ട് ഓടിപ്പോവാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെ ഇനി ഇവിടെ ഭക്ഷണം ഇല്ലാഞ്ഞിട്ട് അവൻ വീണ്ടും രേവതിയുടെ അരികിലേക്ക് പോവുമെന്ന് കരുതി ചന്ദ്ര വേഗം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. അതേസമയം തന്നെയായിരിക്കും സച്ചി കയറി വരുന്നത്. സച്ചി തിരിഞ്ഞു നിന്നുകൊണ്ട് ഇങ്ങ് കയറി പോരേന്നൊക്കെ പറയുമ്പോ ആരാടാന്ന് ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ. നമുക്ക് വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് അച്ഛന്നൊക്കെ സച്ചി പറയുമ്പോ രേവതിയും സച്ചിയുടെ പിന്നാലെ കയറി വരുന്നുണ്ട്. സച്ചിക്ക് പിന്നാലെ തന്നെ ബാഗുമായിട്ട് വരുന്ന രേവതിയെ കണ്ട് ചന്ദ്രക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്ര ദേഷ്യത്തോടെ അവർക്കരികിലേക്ക് വരുന്നുണ്ട്. എന്നോടാരാ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഞാൻ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചതല്ലേ, എന്നിട്ട് പിന്നെ ആരോട് ചോദിച്ചിട്ടാണ് നീ ഇവന്റെ പിന്നാലെ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ചന്ദ്ര. അതിൽക്കൽ തന്നെ നിൽക്കുന്ന രേവതിയോട്, മോളെ രേവതി, നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? ഇങ്ങ് കയറി പോരെന്ന് പറയാണ് രവീന്ദ്രൻ. പിന്നെ രേവതി ചിരിച്ചുകൊണ്ട് കയറി വരുമ്പോ ഇവിടെ എന്തൊക്കെയായി നടക്കുന്നതെന്ന് ചന്ദ്ര പറയണതും, ഇവിടെ എന്ത് നടക്കാനാ, ഞാൻ എന്റെ ഭാര്യയെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നു, അതിലിപ്പോ എന്താ ഇത്ര വലിയ തെറ്റ്? ഇവൾ എന്റെ ഭാര്യയല്ലേ, ഇവൾ എന്റെ കൂടെയാണ് നിൽക്കേണ്ടത്, ഇവൾ എവിടെയാണ് നിൽക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നതും ഞാനാ, അതുകൊണ്ട് ഞാൻ ഇവളെ ഇങ്ങ് കൂട്ടിക്കൊണ്ടു പോന്നു എന്നൊക്കെ സച്ചി പറയുമ്പോ രേവതി നേരെ ബാഗും എടുത്ത് റൂമിലേക്ക് പോവാണ്. രേവതിയുടെ പിന്നാലെ തന്നെ സച്ചിയും റൂമിലേക്ക് അങ്ങ് കയറി പോകുമ്പോ ഒട്ടും ഇഷ്ടപ്പെടാതെ അങ്ങനെ നിൽക്കുകയാണ് ചന്ദ്ര. പിന്നീട് അങ്ങനെ വീട്ടു സാധനങ്ങളൊക്കെ ഡെലിവറി ചെയ്യുന്ന ആള് സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുകയാണ്. സാധാരണ ബില്ല് വരുന്നതിനേക്കാൾ 3500 രൂപ കൂടുതൽ വന്നിട്ടുണ്ടാകും. ഇതെന്താ ഇത്രയധികം സാധനമെന്നും കരുതി സച്ചി അത് തുറന്നു നോക്കുന്ന സമയത്ത് ശ്രുതിയുടെ കുറെ ഐറ്റംസ് ആയിരിക്കും അതിലുള്ളത്. സച്ചി അത് എടുത്തു നോക്കിയിട്ട് ഇതെന്താ എണ്ണയാണല്ലോ, ഇത് നിനക്കാണോ രേവതി എന്നൊക്കെ ചോദിക്കുമ്പോ ഏയ് ഞാൻ അതൊന്നും ഉപയോഗിക്കാറില്ല സച്ചിയേട്ടാ, വീട്ടിൽ നിന്നും പോന്നപ്പോൾ അമ്മ എന്റെ കയ്യിൽ കാച്ചിയ എണ്ണ തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ അതാണ് തേക്കാറെന്നൊക്കെ പറയുകയാണ് രേവതി. ഇനി ഇത് ആർക്കുള്ളതാണെന്നൊക്കെ ചോദിക്കുമ്പോ ചന്ദ്ര അവിടേക്ക് വന്നേ അതൊക്കെ ശ്രുതിക്കുള്ളതാണെന്ന് പറയണതും, ഓഹോ പാർലർ മദാമിക്കുള്ളതായിരുന്നല്ലേ, അതെങ്ങനെ ശരിയാകും? ഇവിടെ വീട്ടു ചെലവിന് ഞാനല്ലേ പൈസ തരുന്നത്, അതിൽ നിന്നും ഇത്രയധികം സാധനങ്ങൾ വാങ്ങിച്ചാൽ അതെങ്ങനെ ശരിയാകുന്നത്? അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഇത് ചോദിക്കുക തന്നെ വേണമല്ലോ, അവളെ ഒന്ന് വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവരുടെ റൂമിന്റെ വാതിൽ പോയി മുട്ടി വിളിക്കുന്നുണ്ട്. എന്താടാ നിനക്കെന്നും ചോദിച്ചുകൊണ്ട് സ്തുതിയും ശ്രുതിയും പുറത്തേക്ക് വരുന്നുണ്ട്. എന്താണ് എന്ന് തന്നെയാണ് എനിക്കും അറിയേണ്ടത്, എന്തൊക്കെ സാധനങ്ങളായി കൊണ്ടുവന്നിരിക്കുന്നത്? ഓയിൽ മാത്രമേ നിന്റെ മദാമ തലയിൽ തേക്കുകയുള്ളൂ എന്നൊക്കെ ചോദിച്ച് സച്ചി പരിഹസിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിലെ? അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, മുന്തിരി, ഞാനിതൊന്നും കണ്ടിട്ട് പോലുമില്ലല്ലോ എന്നൊക്കെ സച്ചി പറയുമ്പോ എടാ അതൊക്കെ ശ്രുതി മോൾക്കുള്ളതാ, ശരീരം നന്നാക്കാനുള്ളതാണ് അതൊക്കെ എന്നൊക്കെ പറയുമ്പോ ഓഹോ ഇത്രയും നാളും എന്റെ അച്ഛൻ ഇവിടെ നിന്ന് ജോലിക്ക് പോയിട്ട് അച്ഛന് കിട്ടിയിട്ടുണ്ടോ ഇമാതിരി സാധനങ്ങളൊക്കെ? ഏയ് എനിക്കൊന്നും കിട്ടിയിട്ടില്ലെന്ന് രവീന്ദ്രൻ പറയുന്നതും ഇതൊക്കെ ശ്രുതിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണെന്ന് വീണ്ടും പറയാണ് ചന്ദ്രമതി. ഇതെല്ലാം കേൾക്കുമ്പോൾ സച്ചിക്ക് അങ്ങ് ദേഷ്യം വരാണ്. ഇതൊക്കെ വാങ്ങിക്കണമെങ്കിൽ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് വേണം വാങ്ങിക്കാൻ, അല്ലാതെ ഞാൻ ചിലവിന് തരുന്ന പൈസയിൽ നിന്നുമല്ല ഇക്കണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടത്. ഇതിനെല്ലാം കൂടെ തന്നെ ഒരുപാട് പൈസ ചെലവായിട്ടുണ്ട്. ഇവന്റെ മദാമക്ക് ഇതൊന്നും വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, എനിക്ക് ഇതിന്റെ എല്ലാം പൈസ തിരിച്ചു കിട്ടിയേ മതിയാവൂ എന്ന് പറയുകയാണ് സച്ചി. ഇനി ഇതിൽ എന്തൊക്കെയാണോ എന്ന് ചോദിച്ച് സച്ചി മറ്റൊരു ബോക്സ് കൂടി തുറന്നു നോക്കുമ്പോൾ അതിലും ശ്രുതിക്ക് വേണ്ട കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ആയിരിക്കും. എനിക്കുള്ളതാണെന്നൊക്കെ ശ്രുതി പറയുമ്പോ ഓഹോ ഇതൊക്കെ വാരി പൂശിയിട്ടുള്ള കോല
കോലമാണല്ലേ ഇത്. ഈ കാണുന്നതൊന്നുമല്ല ഇവളുടെ ഒറിജിനൽ രൂപം. എന്തൊക്കെയോ മുഖത്ത് വാരിപ്പൂശി മാറ്റിയെടുത്ത മുഖമാണെന്നൊക്കെ പറയാണ് സച്ചി. കേട്ട് ശ്രുതി ദേഷ്യത്തോടെ സുധിയെ നോക്കുമ്പോ അവൾക്ക് വേണ്ട സാധനങ്ങൾ അവൾ വാങ്ങിച്ചു, അതിനെന്താ നീ ഇത്ര പറയാൻ എന്നൊക്കെ സുധി ചോദിക്കുമ്പോ എങ്ങനെ പറയാണ്ടിരിക്കും, എന്റെ ക്യാഷ് കൊണ്ടാണ് ഇതെല്ലാം വാങ്ങിയിട്ടുള്ളത്. സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കണം, അല്ലാതെ എന്റെ പൈസ കൊണ്ടല്ല വാങ്ങിക്കേണ്ടത്. വീട്ടു ചെലവിന് ഞാനൊരു കണക്ക് വെച്ചിരിക്കുന്നത് 5000 രൂപയാണ്. ഇപ്പോൾ അതിലും 3500 രൂപ കൂടുതലാണ്. ഇതൊക്കെ എങ്ങനെ ശരിയാവും? അതെ, ഇതിൽ നിന്നും വീട്ടാവശ്യത്തിനുള്ളത് മാത്രം എടുത്തു വെച്ചിട്ട് ബാക്കിയെല്ലാം റിട്ടേൺ ചെയ്യാമെന്ന് പറയുകയാണ് സച്ചി. അതൊന്നും റിട്ടേൺ ചെയ്യണ്ട, അതിന് ചിലവായ പൈസ ഞാൻ തരാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ദേഷ്യത്തോടെ റൂമിൽ പോയി ബാഗിൽ നിന്നും പൈസ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. മോളെ, നീ അവന് പൈസയൊന്നും കൊടുക്കണ്ട, അവൻ അത് വാങ്ങിക്കില്ലെന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോ ഞാൻ വാങ്ങിക്കില്ലെന്ന് ആര് പറഞ്ഞു? അവൻ പകലും അധ്വാനിച്ചിട്ടാണ് ഞാൻ ഓരോ പൈസയും ഉണ്ടാക്കുന്നത്. പൈസയുടെ വില എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങത്താന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കയ്യിൽ നിന്നും ആ പൈസ പിടിച്ചു വാങ്ങിക്കുന്നുണ്ട് സച്ചി. പിന്നീട് സച്ചി തന്നെ അപമാനിച്ചതിന് ശ്രുതി ദേഷ്യത്തോടെ സുധിയുടെ നേർക്ക് പൊട്ടിത്തെറിക്കുകയാണ്. ഞാൻ പറഞ്ഞതെല്ലാം കേട്ട് നിങ്ങൾ അവിടെ നിന്നില്ലേ? എന്നെ അവൻ അപമാനിച്ചത് കേട്ട് ഒരു വാക്ക് നിങ്ങൾ അവനോട് തിരിച്ചു പറഞ്ഞോ? കൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത്, വീട്ടു ചെലവിന് കൂടുതൽ പൈസ നമ്മൾ കൊടുക്കണമെന്ന്. എന്നാൽ മാത്രമേ ഇവിടെ നമുക്കൊരു വിലയുണ്ടാകൂ. അവൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ എത്ര നാണം കെട്ടിട്ടാണെന്നറിയോ ഞാൻ അവിടെ നിന്നത്. ഒരക്ഷരം പോലും ശ്രുതി അവനോട് തിരിച്ചു പറഞ്ഞു എന്നൊക്കെ ചോദിച്ച് സങ്കടം പറയുന്നുണ്ട് ശ്രുതി. പിന്നീട് സച്ചി പോവാനൊരുങ്ങുമ്പോ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് രേവതി പറയണതും ഇന്നിനി ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചാൽ ശരിയാവുമെന്ന് തോന്നുന്നില്ല, പുറത്ത് നിന്ന് വല്ലതും കഴിച്ചോളാം, അല്ല നീ എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോ രേവതി ഇല്ലെന്ന് പറയുന്നതും എങ്കിൽ നീയും കൂടി എന്റെ കൂടെ വാ, നമുക്ക് രണ്ടുപേർക്കും പുറത്ത് പോയി കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെയും കൂട്ടി പുറത്ത് പോവുകയാണ് സച്ചി. അവരെങ്ങനെ പുറത്ത് പോകുന്ന വഴി ഒരാൾക്കൂട്ടം കാണുന്നുണ്ട്. സച്ചി വേഗം കാർ നിർത്തി അവിടെ പോയി നോക്കുന്ന സമയത്തായിരിക്കും അത് ശ്രുതിയുടെ അമ്മയും ആദ്യമാണെന്ന് കാണുന്നത്. ശ്രുതിയുടെ അമ്മ തല കറങ്ങി അവിടെ വീണതായിരിക്കും. സച്ചിയും രേവതിയും വേഗം തന്നെ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അമ്മ ഒബ്സർവേഷനിൽ ആയിരിക്കും, ബോധം വന്നിട്ടുണ്ടാവില്ല. സച്ചി ഡോക്ടറോട് കാര്യങ്ങൾ ഒക്കെ ചോദിക്കുന്നുണ്ട്. ഷൂട്ടായതാണ്, 24 മണിക്കൂർ ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ, അതിനുശേഷം ഡിസ്ചാർജ് ചെയ്യാമെന്നൊക്കെ പറയാണ് ഡോക്ടർ. ഇവിടെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞോളൂ എന്നൊക്കെ ഡോക്ടർ പറയുമ്പോ അത് പിന്നെ ഡോക്ടർ, ഇവരെ കുറിച്ച് കൂടുതലൊന്നും ഞങ്ങൾക്കറിയില്ല, പരിചയമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ അമ്മയ്ക്ക് ബോധം വന്നാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നൊക്കെ സച്ചി പറയുമ്പോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, ഈ അമ്മ ഇവിടെ കിടക്കട്ടെ, ബോധം വരുമ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ച് അറിയിച്ചേക്കാം, നിങ്ങളുടെ നമ്പർ ഒന്ന് റിസപ്ഷനിൽ കൊടുത്തേക്കെന്ന് പറയാണ് ഡോക്ടർ. സമയം സച്ചി ആണെങ്കിൽ ആദ്യയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ആന്റിയുടെ വീട് ഇവിടെ എവിടെയാണെന്നല്ലേ പറഞ്ഞത്, എവിടെയാണെന്ന് നിനക്കറിയോ, അല്ലെങ്കിൽ ആന്റിയുടെ നമ്പർ എങ്കിലും അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോ ആദ്യം ഒന്ന് ആലോചിച്ചതിന് ശേഷം ഇല്ലെന്ന് പറയാണ്. കേട്ടാ, എങ്ങനെ ഈ ഒരു സമയത്ത് ഇവരെ ഇവിടെ ഒറ്റക്കാക്കി പോകുന്നത്, ഞാൻ ഇവിടെ നിൽക്കാമെന്നൊക്കെ രേവതി പറയുമ്പോ വേണ്ട രേവതി, ഡോക്ടർ പറഞ്ഞല്ലോ ഇപ്പൊ ഇവിടെ ആളുടെ ആവശ്യമില്ലെന്ന്, എന്തായാലും ആദ്യം നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവാമെന്ന് പറയാണ്. ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ മോൻ വാ നമുക്ക് വീട്ടിലേക്ക് പോവാമെന്നൊക്കെ രേവതി പറയുന്നുണ്ടെങ്കിലും ആദ്യ വിഷമത്തോടെ അമ്മമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കണേ. വിഷമിക്കണ്ട, മുത്തശ്ശിക്കൊന്നുമില്ല, വേഗം സുഖമാവും, ഇപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാമെന്നും പറഞ്ഞുകൊണ്ട് ആദ്യം എടുത്തോണ്ട് പോവുകയാണ് സച്ചിയും രേവതിയും. അവരവിടെ നിന്ന് പോയതിന് ശേഷം പെട്ടെന്ന് തന്നെ അമ്മയ്ക്ക് ബോധം വരുന്നതും അമ്മ നേഴ്സിനെ കൊണ്ട് ശ്രുതിക്ക് ഫോൺ വിളിപ്പിക്കുന്നുണ്ട്. ശ്രുതി വിവരം അറിഞ്ഞു പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. സച്ചിയും രേവതിയുമാണെങ്കിൽ മറ്റൊരിടത്ത് ആദ്യക്ക് ഭക്ഷണവും വാങ്ങിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതേസമയം തന്നെയാണ് അമ്മയ്ക്ക് ബോധം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കും വിളി വരുന്നത്. ശ്രുതിയാണെങ്കിൽ അമ്മയോട്, അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. ജീവിതം ഇനിയും തകർക്കണോ അമ്മയ്ക്ക് എന്നൊക്കെ ചോദിക്കുമ്പോ അല്ല മോളെ, അമ്മ പറയുന്നതൊന്നും മോള് കേക്ക്, അമ്മയുടെ ഫോൺ പൊട്ടിപ്പോയി, അതുകൊണ്ട് തന്നെ എനിക്ക് മോളെ വിളിക്കാനും പറ്റിയില്ല, പണ്ടത്തെ പോലെയൊന്നുമല്ല മോളെ, തീരെ വഴിയിപ്പോ, അതുകൊണ്ട് മോളെ ഒന്ന് കാണാമെന്ന് കരുതി വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് അമ്മ. എന്നാലും ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു, നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു എന്നൊക്കെ ശ്രുതി പറയുമ്പോ അത് പിന്നെ മോളെ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം തനിച്ചായി പോവില്ലേ, അവന് പിന്നെ ആരാണ് ഉള്ളതെന്ന് മോൾ ചിന്തിച്ചിട്ടുണ്ടോ, അവനൊരു കൊച്ചു കുഞ്ഞല്ലേ, അവൻ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുമെന്നൊക്കെ ചോദിച്ച് വിഷമിക്കുന്നുണ്ട് അമ്മ. സമയം തന്നെയാണ് മരുന്ന് വാങ്ങിക്കാനായിട്ട് നേഴ്സ് വന്ന് ശ്രുതിയോട് പറയുന്നത്. ശ്രുതി മരുന്ന് വാങ്ങിക്കാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെയായിരിക്കും സച്ചിയും രേവതിയും ആദ്യയും കൂട്ടി അവിടേക്ക് വരുന്നത്. ഉടനെ തന്നെ ശ്രുതി അവരെ കാണുന്നുണ്ട്. ശ്രുതി വേഗം റൂമിലേക്ക് തന്നെ കയറി അമ്മയോട് കാര്യം പറഞ്ഞ് അവിടെ മറിഞ്ഞു നിൽക്കുകയാണ്. രേവതി അമ്മയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. തുടർന്ന് ആർക്കെങ്കിലും വിളിച്ച് പറയണോന്നൊക്കെ രേവതി ചോദിക്കുമ്പോ വേണ്ട മോളെ, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, ഞാൻ നാട്ടിലേക്ക് തന്നെ പോയിക്കൊള്ളാമെന്ന് പറയണേ. അതല്ലമ്മേ, നിങ്ങളുടെ മോളുടെ കല്യാണം തീരുമാനിച്ചു എന്നല്ലേ പറഞ്ഞിരുന്നത്, കല്യാണം കഴിഞ്ഞോന്നൊക്കെ ചോദിക്കുമ്പോ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് അമ്മ. ശ്രുതിയാണെങ്കിൽ അമ്മ എന്ത് പറയുമെന്നോർത്ത് പേടിയോടങ്ങനെ നിൽക്കുകയാണ്. ആ റൂമിൽ തന്നെ ഒരു കർട്ടന്റെ മറവിലായിരിക്കും ശ്രുതി നിൽക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ ശ്രുതിയെ കാണാൻ സാധിക്കുന്നില്ല സച്ചിക്കും രേവതിക്കും. എന്താ ഒന്നും പറയാത്തതെന്നൊക്കെ രേവതി ചോദിക്കുമ്പോ ഇല്ല മോളെ, ആ കല്യാണം നടന്നില്ല, അത് മുടങ്ങിപ്പോയെന്ന് പറയുകയാണ്. എങ്കിൽ മോളോട് കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുമ്പോ ഇല്ല മോളെ, അവളിപ്പോ നാട്ടിലില്ല, അവൾ ബിസിനസ് കാര്യത്തിന് വേണ്ടി ദുബായിലേക്ക് പോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്.
പിന്നീട് അങ്ങനെ ഡോക്ടർ വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അമ്മയ്ക്ക് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലെന്ന് മനസ്സിലാവുന്നതും സച്ചിയും രേവതിയും തിരികെ പോകാനായിട്ട് തീരുമാനിക്കുകയാണ്.